ധന്യ, ഛത്തീസ്ഗഡിലെ വിധി ഇതുവരെയ്ക്കും എത്തിയിട്ടില്ല. കന്യാസ്ത്രീകൾ ഇപ്പോഴും അവർ പ്രതീക്ഷ ഇരിക്കുന്നു ജാമ്യം എപ്പോൾ കിട്ടും എന്നുള്ളത് നോക്കിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ അടുത്തൊരു മതപരിവർത്തനത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇപ്പോൾ കൊട്ടാരക്കര ഒരു പുതിയ ഇൻസിഡൻറ്റ്, ഒരു പെൺകുട്ടീനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള അതിനെക്കുറിച്ച് വിശദാംശമായിട്ട് എന്തെങ്കിലും? കൊട്ടാരക്കരയിലാണ് +2 വിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടിയാണ്. ഇവിടെ മതമെന്ന് പറയുന്നത് മുസ്ലിമാണ്. മതം മാറ്റാൻ ശ്രമിച്ചത്. അതായത് സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് മലപ്പുറത്ത്. ഈ സ്ഥാപനം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നാണ് പലരും പറയുന്നത്. ഈ സത്യസരണിയെ കുറിച്ച് പറയാൻ പലർക്കും ഭയമാണ്. അതായത് പോലീസുകാർ പോലും ആ ഭാഗത്തേക്ക് പോകില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം ഒരു പക്ഷെ എന്നെ ഈ സമയത്ത് ഈ അടുത്ത കാലത്ത് എത്തി അതെല്ലാം പൂട്ടിട്ട് താഴിട്ട് പൂട്ടി താക്കോലും കൊണ്ട് പോയി എന്നുള്ളതാണ്. കാരണം അവിടെ നടക്കുന്നത് മുഴുവൻ മതം മാറ്റമാണ്. അതായത് പ്രണയം നടിച്ച് പെൺകുട്ടികളെ അവിടെ കൊണ്ട് കൊടുക്കും, എന്നിട്ട് പണം വാങ്ങും. അതിനുശേഷം ഈ പെൺകുട്ടികളെ മതം മാറ്റിയതിന് ശേഷം മറ്റ് ജാതി മതത്തിൽപ്പെട്ട, അതായത് ഇവരുടെ സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കും. ആ പെൺകുട്ടികളെയും കൊണ്ട് ഇവർ മറ്റേ ആട് മേയ്ക്കാനും സിറിയയ്ക്കും അവിടെ എവിടേക്കൊക്കെ പോകും. ഇതാണ് ലവ് ജിഹാദ്. അത് തന്നെയാണ് ഇവിടെ ഇല്ലാന്നൊക്കെ പലരും കിടന്ന് ഇവിടെ എവിടെയാണ് ലവ് ജിഹാദ്, നിങ്ങളൊന്ന് കാണിച്ചു തരൂ. ലവ് ജിഹാദ് എന്ന പദമില്ല, അതിന് പകരമാണ് ഈ മതം മാറ്റൽ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതിന്റെ മറ്റൊരു രൂപമാണ് ലവ് ജിഹാദ്, പ്രണയം നടിച്ചുകൊണ്ടുള്ള മതം മാറ്റൽ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഈ ഇന്ത്യക്കകത്ത് തന്നെ ഒരു സംസ്ഥാനം, എനിക്ക് ആ സംസ്ഥാനത്തിന്റെ പേര് ഓർമ്മയില്ല, ഒരു നേഴ്സിനെ ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു പ്രണയിച്ചതിന് ശേഷം ആ പെൺകുട്ടിയെ നിരന്തരം മതം മാറ്റാനായി ആവശ്യപ്പെട്ട്, മുസ്ലിം മതത്തിലേക്ക് മാറാനായി ആവശ്യപ്പെട്ട് ആ പെൺകുട്ടിയെ ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ച് അവസാനം നാട്ടുകാർ അയാളെ കെട്ടിയിട്ടടിച്ചു. അതാണ് അവസ്ഥ. കാരണം മതം മാറിയാൽ ഇവർക്ക് പണം കിട്ടും. ഇതൊരു കൊട്ടേഷൻ ടീമോ അല്ലെങ്കിൽ മാഫിയോ അല്ലെങ്കിൽ ടാർഗറ്റ് പോലെയാണ്. ഒരു മാസം ഇത്ര ആളുകളെ മതം മാറ്റിയാൽ ഇത്ര പണം കിട്ടും. ഇതൊരു വലിയ മാഫിയ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കാൻ പോയാൽ വോട്ട് കിട്ടില്ല. ഇതിലേക്ക് കൈ കടത്താൻ പോയാൽ വോട്ട് കിട്ടില്ല. അഥവാ BJP ആണെങ്കിലും ശരി, UDF ശരി, LDF ശരി. അതുകൊണ്ട് ഇവരൊക്കെ ഇത് കണ്ടിട്ട് കണ്ണടക്കുകയാണ് പതിവ്. മതം മാറ്റുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ഒഫൻസ് ആണത്. പക്ഷെ എന്നിട്ട് പോലും കണ്ണടയ്ക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്നത്. പക്ഷെ എന്നിട്ടും ഇപ്പൊ കേരള സ്റ്റോറിക്ക് അവാർഡ് കിട്ടിയതിന് BJPയുടെ തെറി പറയുന്നുണ്ടല്ലോ. BJPക്ക് തെറി പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ കേരളത്തിലടക്കം ഈ PC ജോർജ് നിരന്തരം പറയുന്ന കാര്യങ്ങളാണ്. ഈ നിങ്ങൾ പെൺകുട്ടികളെ 10-18 വയസ്സാകുമ്പോൾ തന്നെ കെട്ടിച്ചു വിടൂ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കൂടുതൽ പഠിച്ച് പെൺകുട്ടികൾ പുറത്തിറങ്ങി നടന്നു അവരെ മതം മാറ്റാൻ. അതായത് ഇപ്പോൾ നമ്മളൊക്കെ പറയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിയും വിവരമൊക്കെ വരും. അതുകൊണ്ട് നമ്മളെ ആര് മതം മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല എന്ന്. അതൊക്കെ വെറും തോന്നലാണ്. അതായത് നമ്മുടെ റൂമിലുള്ള ഒരാൾ തന്നെ കുറേ ദിവസം ഒരു മതത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ 1-2 തവണ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അവരതിൻ്റെ അർത്ഥം പറയും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമുക്കൊരു ഇത് തോന്നും, ക്യൂരിയോസിറ്റി, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വേറെയാണ്. നിങ്ങളുടെ മതം ഇങ്ങനെയല്ലേ പറയുന്നത്, നിങ്ങളുടെ മതത്തിൽ കുറേ ദൈവങ്ങളില്ലേ, നിങ്ങളുടെ മതത്തിൽ അങ്ങനെയില്ലേ ഇങ്ങനെയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവത്തെ അങ്ങ് വെറുപ്പിക്കും. അതിന് വേറൊരു കാരണമുണ്ട് ധന്യ. ഈ ക്രിസ്ത്യൻ ഇതായാലും ശരി, റിലീജിയൻ ആയാലും ശരി, ഇസ്ലാം ആയാലും ശരി, അവർക്കൊക്കെ മതത്തിന് ഒരു ക്ലാസ്സസ് ഉണ്ട്. നമുക്കില്ലാന്നല്ല, ഗീത ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. പക്ഷെ എത്ര പേര് നിർബന്ധമായിട്ട് പോകുന്നുണ്ട്? ഇവർക്ക് സൺഡേ ക്ലാസ്സസ് ഉണ്ട്, നിർബന്ധമായിട്ട് പോകണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിക്കാൻ വരയ്ക്കും ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാം. അതേമാതിരി ഇസ്ലാമിലും അവർക്കും പഠിക്കാനൊരു മത ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഹിന്ദുക്കൾക്കില്ല. അപ്പോൾ അവർക്ക് തന്നെ, ഹിന്ദുക്കൾക്ക്, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് തന്നെ അവനവൻ്റെ ഹിന്ദു മതത്തിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നാച്ചുറലി ബാക്കിയുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചു പോകും. അവരുടെ മതത്തിലോട് നമ്മൾ ആകർഷിത ആയി പോവും. നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിയാ, കറക്റ്റാണത്. കാരണം ഇപ്പോൾ മഹാഭാരതം എഴുതിയത് അല്ലെങ്കിൽ രാമായണം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ വേണമെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരൊക്കെ പറഞ്ഞോളി. സീരിയസ് ആയിട്ട് ഭരണഘടന എഴുതിയത് ആരെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ പിള്ളേരാണ് ഇപ്പോഴത്തത്. ആരാണ് പിന്നെ വാത്മീകി എന്ന് ചോദിച്ചാൽ അതാരായിരുന്നു വാത്മീകി? നമ്മൾ കണ്ട് വെബ് സീരീസിലൊന്നും അങ്ങനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നൊരു തലമുറ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച്, പിന്നെ ഒരു വിഭാഗം പിള്ളേരുണ്ട് എല്ലാത്തിനെയും മനസ്സിലാക്കി സുഹൃത്തുക്കളെ, ഇപ്പോൾ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും സുഹൃത്തുക്കളായാലും അവർ ജാതി മതത്തിനപ്പുറം കുറേ കാര്യങ്ങൾ സംസാരിച്ച് ചിന്തിച്ചു പോകുന്ന സുഹൃത്തുക്കളുണ്ട്.
അപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ആശയ എന്നാണ് അവളുടെ പേര്. ഇപ്പോൾ കേരളത്തിന് തന്നെ പ്രമുഖയായ ഒരു ചാനലിൽ പിന്നെ വെബ് കൈകാര്യം ചെയ്യുന്ന ഒരു ആളാണ്. ആശയ എന്ന പേരെങ്കിലും മുസ്ലിമാണ് അവൾ. പക്ഷേ ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ അറ്റുപോയി. അതെന്താണെന്ന് എനിക്കും അറിയില്ല, അവൾക്കും അറിയില്ല അതിൻ്റെ പിന്നിൽ എന്താ കാരണമെന്നുള്ളത്. പക്ഷേ ഞാനും അവളും തമ്മിൽ ഏകദേശം ഒരു 2-3 വർഷം ഒരുമിച്ച് ജോലി ചെയ്തതാണ്. ഒരിടത്ത് പോലും ഞങ്ങളുടെ മതത്തെക്കുറിച്ചോ ഞങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ചോ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളെക്കുറിച്ചോ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് പോലും ഞാൻ അവളോട് പലപ്പോഴും ചോദിക്കും, എന്താണ് ഇതിലൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളോട്, നിനക്ക് വരെ ഒരു ജോലിയില്ല, ഒരു ജോലിയില്ല, നിനക്ക് നീ എന്തിനാ എപ്പോഴും ഇത് ചോദിച്ചുകൊണ്ട് എടുക്കുന്നത്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, നീ ഒന്ന് ചുമ്മാ അങ്ങനെ പറഞ്ഞങ്ങ് ഇതാക്കുക. കാരണം നമ്മളതിൻ്റെ ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ പോലും നിനക്ക് നിൻ്റെ വിശ്വാസമില്ലേ, അത് പോരെ, എന്തിനാ മറ്റേതിനെ കുറിച്ചൊക്കെ അറിയുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. പിന്നെ അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്താ പ്രയോജനം എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഞാനേ അതങ്ങ് വിട്ടു. എനിക്ക് ഈ മതങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അതെന്താ അതിലങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇതിലെന്താ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ ഉള്ളത് അറിയാനുള്ള ക്യൂരിയോസിറ്റി. പക്ഷെ നമ്മൾ ജനിച്ചു വരുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറച്ച്, നമ്മുടെ വീട്ടുകാർ നമുക്ക് തരുന്ന കുറച്ച് മൂല്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ നമ്മൾ മരണം വരെ നമ്മളെ മറ്റൊന്നിലേക്കും വിടാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ അഞ്ജന ചേച്ചി പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ മതപഠന ക്ലാസ്സുകൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ അച്ഛനും അമ്മമാരും നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ട് വളർന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റെന്ത് ഭൂമി ഇടിഞ്ഞു വീഴുന്നെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിൽ നിന്ന് 1 ഇഞ്ച് നമുക്ക് മാറാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അതല്ല. അവർക്ക് ഈ ഒരു ദിവസം കണ്ട് 2-ാമത്തെ ദിവസം പ്രണയത്തിലായി, 3-ാമത്തെ ദിവസം മതം മാറി, 4-ാമത്തെ ദിവസം അവനെ കല്യാണം കഴിച്ചു, 5-ാമത്തെ ദിവസം ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. മതങ്ങളിൽ വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ട, പക്ഷെ ഒരു മതത്തിൽ വിശ്വസിക്കരുത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇപ്പൊ നമ്മുടെ ഹിന്ദുയിസമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ ഫോളോ ചെയ്യുന്നവര് പെട്ടെന്ന് വേറൊന്നിലേക്ക് മാറുക, അത് അവനവന്റെ ഇഷ്ടത്തിനാണെങ്കിൽ നമുക്ക് ഒന്നും പറയാനില്ല കേട്ടോ, അത് വേറെ കാര്യമാണ്. ഇപ്പൊ ഇവിടെ നടന്നത് അതാണല്ലോ ഛത്തീസ്ഗഡ്. ഇതിപ്പോ പൂയപ്പള്ളിയിലെ ഒരു യുവാവിനെതിരെയാണ് ഈ +2 വിദ്യാർത്ഥി നിരന്തരം ഭീഷണിയാണ്. അതായത് നിന്നെ മതം മാറ്റിയാൽ എനിക്ക് പണം കിട്ടും, അതുകൊണ്ട് നീ മതം മാറണം. ഈ വ്യക്തി തന്നെ വേറെ പെൺകുട്ടികളെ സമീപിച്ച് ഇത്തരത്തിൽ ആ പെൺകുട്ടികളെ നിരന്തരം ഉപദ്രവിക്കുകയും ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. +2 വിദ്യാർത്ഥിയെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവാവ് വലയിലാക്കിയത്. പ്രണയ അഭ്യർത്ഥന നടത്തിയ ശേഷം മതം മാറാൻ ഇയാൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തി. ഇതിനായി പൊന്നാനിയിലെ സത്യസരണിയിൽ 15 ദിവസത്തെ ക്ലാസ് ഉണ്ടാകുമെന്നും യുവാവ് പറഞ്ഞു. മതം മാറിയാൽ വലിയ തുക കിട്ടും, ആ പണം കൊണ്ട് വീട് വയ്ക്കാമെന്നും സഹോദരിയെ വിവാഹം ചെയ്ത് അയക്കാമെന്നും ഇയാൾ പറയുന്നു. മതം മാറാൻ പെൺകുട്ടി വിസമ്മതിച്ചതോടെ തനിക്കൊപ്പം വലിയ സംഘമുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഭയന്ന പെൺകുട്ടി ഇതിനിടെ ജീവൻ ഒടുക്കാനും ശ്രമിച്ചു. ഒടുവിൽ ആരോഗ്യം വീണ്ടെടുത്ത പെൺകുട്ടി അമ്മയോട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഫ്രണ്ട്ഷിപ്പായാണ് തുടങ്ങിയതെന്ന് പെൺകുട്ടി പറയുന്നു. പിന്നീട് അത് വലിയ റിലേഷനിലേക്ക് പോയി. ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു, പിന്നീട് മതം മാറി ചെല്ലാൻ നിർബന്ധിച്ചു. പൊന്നാനിയിൽ സത്യസരണിയിൽ കൊണ്ടുപോകും, അവിടെ ക്ലാസ് ഉണ്ട്, അവിടെ നിർത്തും, മതം മാറണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി. കുറിയിടുന്നതും അമ്പലത്തിൽ പോകുന്നതും അവൻ ഇഷ്ടമല്ല. ഒരു ദിവസം പൊട്ടുവെച്ചുകൊണ്ടുള്ള ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ നിർബന്ധിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. തട്ടമിടാൻ നിർബന്ധിച്ചതായും പെൺകുട്ടി പറയുന്നു. കഴിഞ്ഞ 5 മാസമായി മകൾ ഭീഷണി നേരിടുന്നുണ്ടെന്നാണ് അമ്മ പറയുന്നത്. ഒരാഴ്ച മുൻപാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവൾ കൈ ഞരമ്പ് മുറിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് കരുതിയത്. ആലപ്പുഴയിലെ ഒരാൾ ഇതിന് പിന്നിലുണ്ടെന്നാണ് അമ്മ പറയുന്നത്. സംഭവം അറിഞ്ഞതിന് പിന്നാലെ കുടുംബം ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും കൊട്ടാരക്കര പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചതായും ആരോപണമുണ്ട്. തുടർന്ന് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഒത്തുതീർപ്പിന് പോലീസ് ശ്രമിച്ചു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പെൺകുട്ടി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ മരിച്ചിരുന്നുവെങ്കിൽ എന്താകാമായിരുന്നു? പ്രണയത്തിൽ കുടുങ്ങി മരണപ്പെട്ടു. ഈ മതം മാറ്റലോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ ആരും അറിയാമായിരുന്നോ? ഇതാണ് നടക്കുന്നത്. അവന് വീട് വെക്കണം, അവന് അധ്വാനിച്ച് വീട് വെക്കാൻ വയ്യ, അവന് ജോലി ചെയ്ത് വീട് വെക്കാൻ വയ്യ, സഹോദരിയെ കെട്ടിച്ചു വിടാൻ വയ്യ, വല്ല അച്ഛനമ്മമാരെ മക്കളെ മതം മാറ്റി ആ പണം കൊണ്ട് അവന് വീട്, ഇവനെയൊക്കെ ചാട്ടവാറിട്ടടിച്ചാൽ പോലും തീരില്ല ഇവൻ്റെയൊക്കെ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു മാനസിക നില എന്ന് പറയുന്നത്.